ഒരു പാട്ടായാലോ? ഷുവർ. നീ മറന്നോ പോയൊരു നാൾ, ഈരിലെ പോലെ നാം ഇരുപേരൊത്തു പള്ളിയിൽ ഒത്തുചേർന്നു, ഏറിയ നാളു പോയതല്ലേ. നീ മറന്നോ പോയൊരു നാൾ, ഈരിലെ പോലെ നാം ഇരുപേരൊത്തു പള്ളിയിൽ ഒത്തുചേർന്നു, ഏറിയ നാളു പോയതല്ലേ. അന്നു നീ കടിച്ചു പാതി തന്നു പൊന്നു കിനാവിൻ കണ്ണിമാങ്ങ, ഓർത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുമ്പോൾ. നീ പച്ചത്തുരത്തായി സ്വപ്നത്തുരുമ്പായി കൽവിലിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളികൊത്താത്തേൻ പഴമേ, കളിച്ചുണ്ടിൻ പുത്തിരി മുത്തായി ചുറ്റിയിൽ എന്നെ കാത്തുവച്ചു. സവാഷ് 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 സവാഷ്. ഇപ്പോഴും ഞാൻ ആ സീൻ ഓർക്കുകയാണ്. അതിലഭിനയിച്ച ആ കുട്ടി അല്ലേ, ആക്സിഡൻ്റ് ആയിപ്പോയി. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഇന്ന് കഷ്ടമായിപ്പോയി. എങ്കിലും ഈ പാട്ട്, വിദ്യാസാഗറിൻ്റെ ഈ പാട്ട് എന്നും എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ. അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ട് തോന്നും. പക്ഷെ പാടുന്ന പാട്ടെല്ലാം നാടൻ പാട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ട്, വളരെ പഴയ പാട്ടുകളൊക്കെ അറിയൂ? പിന്നെ ഏതൊക്കെ? ആ, വേറൊരു പാട്ട് പിടിച്ചു വേളിമലയിൽ. അതിനെ കണ്ടി പഴയത്, അതുക്കും പഴയത്. അതൊക്കെ എനിക്കങ്ങനെ വർഷങ്ങൾ അറിയത്തില്ല, എന്നാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് പഴയ പാട്ടുകൾ മിക്കതും അറിയാം. കദളി വാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നേ. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ലേ അനാർക്കലി? തീരല്ല. ഞാൻ ഇതുപോലെ സത്യം പറയാണ്, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരും ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ അനാർക്കലിയുടെ ഫോട്ടോസ് കാണുമ്പോഴും ബാക്കി എന്താണ് ഇപ്പോൾ ഒരുപാട് സിനിമകളും ബാക്കി ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്ന അനാർക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേറൊരു നേച്ചറാണെന്നാണ്. പക്ഷേ ഇയാളൊരു തനി നാടൻ സംഭവമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ വാപ്പ ഭയങ്കരമായിട്ട് പഴയ പാട്ടുകൾ, പഴയ സിനിമകളിൽ CD-കൾ സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ കാറിലൊക്കെ കയറിയ പഴയ പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യത്തുള്ളൂ. നമ്മുടെ കാറിൽ കയറിയ പുതിയ പാട്ടുകൾ കേൾക്കാനേ പറ്റത്തില്ല. ഞങ്ങളുടെ സ്പീക്കർ കൊണ്ടുവന്നിട്ട് കേട്ടാലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര പഴയ പാട്ടുകൾ വാപ്പ പാടിക്കൊണ്ട് നടക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെറുപ്പം മുതലേ പുതിയ പാട്ടുകളൊക്കെ തീരെ കേൾക്കാറില്ലാത്തൊരു ടൈപ്പായിരുന്നു. പേരെന്താണ്? നിയാസ് മരിക്കാർ. എന്തായാലും നിയാസിന് വലിയ കൈഡിയായിട്ടു. കാരണം വേറൊന്നുമല്ല, എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ മോളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല മോൾ ഇത്രയും എന്താണ് ഭംഗിയായിട്ട് പാടും, ഇത്രയും നോളജബിൾ ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. വെരി ഗുഡ്. താങ്ക് യു.